കൊല്ലത്ത് ശക്തമായ വേനൽ മഴ. ജില്ലയിലെ എല്ലാ മേഖലകളിലും ഇടിമിന്നലോട് കൂടിയ മഴ കനക്കുകയാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നു. രാജ്കുമാർ, തലസ്ഥാന നഗരിക്ക് ആശ്വാസമായി ഉച്ചയോടുകൂടി വേനൽ മഴ ലഭിച്ചിരുന്നു. ഇപ്പോൾ കൊല്ലത്തും അതിശക്തമായ മഴ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ തീരപ്രദേശത്തും ഒപ്പം തന്നെ മലയോര മേഖലയിലും അടക്കം ശക്തമായ മഴയുണ്ട്. ജില്ലയിൽ ആകമാനം മഴയുണ്ടോ? വേനൽ മഴ ഒരു 6:25 കൂടിയാണ് കൊല്ലത്ത് ശക്തമായ മഴ തുടങ്ങിയത്. അതിനു മുമ്പ് ഇടിമിന്നൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇടിയും മിന്നലോട് കൂടിയ മഴയുണ്ടായിരുന്നു. അതൊരു 15 മിനിറ്റ് നീണ്ടു നിന്നു. ഇപ്പോഴാണ് അല്പം ഒരു ശമനമുള്ളത്. എന്നാലും മഴ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം ഈ ജില്ലയുടെ ഈ നഗരപ്രദേശങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ മഴ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇടിമിന്നലിൽ. അതേപോലെ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴ. അത് മാത്രമല്ല, കൊല്ലം മുണ്ടക്കൽ അമൃതകുളത്ത് മരം വീണ് ഗതാഗത തടസ്സം നേരിട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് പോകുന്നു. അതിനുള്ള ഈ രക്ഷാപ്രവർത്തനങ്ങൾ മറ്റും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പൊ ഈ സിജു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലും നിർമ്മാണത്തിന്റെ ഭാഗമായി ചെളിയും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ഈ മഴ പെയ്ത് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അതുവഴിയുള്ള യാത്ര തന്നെ ദുസ്സഹമായിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീഴുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ അവിടെ എത്തി ജാഗ്രത പാലിക്കുന്നുണ്ട്. അവര് ജാഗ്രതാ നിർദ്ദേശം. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ദേശീയപാത NH-66 പണി നടക്കുന്ന മേഖലകളിലൊക്കെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഗതാഗത തടസ്സവും ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായും ഇതുപോലെ ഈ പല സ്ഥലത്തും താഴ്ന്ന ഈ കുഴിയെടുത്ത് പിന്നീട് നിർമ്മാണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ഥലങ്ങളിലൂടെയൊക്കെ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. അത് നിർമ്മാണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ അവിടെ ഇപ്പൊ ഈ പെയ്ത ഈ മഴയിൽ, ശക്തമായ മഴയിൽ പലയിടത്തും ഇതുപോലെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, കൊല്ലം ജില്ലയുടെ ഓച്ചറ മുതൽ അങ്ങ് കടമ്പാട്ടുകോണം വരെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് ബാധകമാണ്. അവിടെയെല്ലാം ഇതുപോലെയൊക്കെയുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിനിപ്പോൾ മണിക്കൂറുകൾ എടുക്കും ഈ വെള്ളം വറ്റി പോകണമെങ്കിൽ. മാത്രമല്ല, വറ്റിയാൽ തന്നെ അവിടെ ചെളി രൂപപ്പെടും. സ്വാഭാവികമായും അപകട സാധ്യത പിന്നെയും വർദ്ധിക്കും. വാഹനങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടും. തെന്നിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. രാജ്കുമാർ നേരത്തെ പറഞ്ഞല്ലോ, വലിയ തരത്തിലുള്ള ഇടിമിന്നൽ ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആളപായമോ മറ്റോ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് 3:45, അതായത് അത് നമ്മുടെ ഇവിടെയല്ല, അത് സംഭവിച്ചത് ചിറ്റുമലയാണ്. കുണ്ടറയിലെ ചിറ്റുമലയില് സെന്റ് മേരീസ് കാഷ്യൂ ഫാക്ടറി, അവിടെയാണ് ഇടിമിന്നലേറ്റ് ഒരു തൊഴിലാളി മരിച്ചത്, മധുസൂദനൻ പിള്ള. അതേപോലെ അവിടെ മറ്റൊരു സ്ത്രീക്കും, വിജയകുമാരി, അവർക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാളുടെ ജീവൻ മാത്രമേ രക്ഷിക്കാനായുള്ളൂ. ഇത് മറ്റുള്ള സ്ഥലങ്ങളിലും ഇന്നിപ്പോ അല്പം മുമ്പ് നമ്മുടെ എഴുകോൺ, അതുപോലെ തന്നെ പോരുവഴി, ഈ സ്ഥലങ്ങളിലെല്ലാം ഇടിമിന്നൽ അടിച്ച അതേ സമയത്ത് തന്നെ ആലിപ്പഴം ഐസ് മഴ പെയ്തു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ചില 1-2 ഫോട്ടോസ് നമുക്ക് കിട്ടിയത് നമ്മൾ പ്രേക്ഷകരിൽ എത്തിക്കുകയും ചെയ്തിരുന്നു. അതേസമയം പോരുവഴിയിൽ ഒരു വീട്ടിൽ ഇടിമിന്നലിൽ മരം നെടുകെ പിളർന്നുപോയി. അത്ര ഭീകരമായിരുന്നു ആ ഇടിമിന്നലിന്റെ ഒരു ആഘാതം. ശരി, രാജ്കുമാറാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് ആശ്വാസമായി വേനൽ മഴ, പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്.